ഞാൻ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു എന്ന ശുജായിയുടെ ആ ഒരു സഫലമാല ഉദ്ധരിച്ചപ്പോഴാണ് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് വന്നത്. മനുഷ്യൻ എവിടെ നിന്ന് വരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഖുർആൻ എന്താ പറയുന്നത്? പിതാവിന്റെ ബീജതുള്ളിയിൽ നിന്നാണ് ബാപ്പയുടെ ഉപ്പയുടെ എന്താ പറയാ ശുക്ലത്തിൽ നിന്നാണ് മക്കൾ ഉണ്ടാവുന്നത്. ഉമ്മാന്റെ റോളോ കുറച്ചു നേരം നല്ല കാര്യം ചിന്തിക്കലാണ് രാത്രി മൊത്തം നിന്ന് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള ഒരു 1.5 മണിക്കൂറായി അള്ളാഹു നമ്മിൽ നിന്നും ഇതിനെ കബൂൽ ചെയ്യട്ടെ. എന്താ പറഞ്ഞത് എങ്ങനെയാ ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടാകുന്നത്? എന്താ സയൻസ് പറയുന്നത്? ചില കുട്ടികൾ ആൺകുട്ടി, ചില കുട്ടികൾ പെൺകുട്ടി. സയൻസിനൊരു അഭിപ്രായം ഉണ്ടാവില്ല. ഇതാണ് അതിന്റെ സിമ്പിളാണ്. സ്കൂളിൽ പോകുന്ന, കോളേജിൽ പോകുന്ന, ശാലയിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ അറിയാം. ഒരു മനുഷ്യന്റെ ബോഡിയിൽ ഖുർആനിലേക്ക് വരാം. ഒരു മനുഷ്യന്റെ ബോഡിയിൽ ശരീരത്തിൽ 3.5 കോടി കോശങ്ങളുണ്ട്. നിങ്ങൾ കേട്ട് അറിയാത്തവരൊന്ന് കേട്ട് തന്നാ മതി, അറിയുന്നവർ ചിന്തിച്ചാൽ മതി. 3.5 കോടി കോശങ്ങളാൽ നിർമ്മിതമാണ് ശരീരം. ഈ കോശത്തിന്റെ ഉള്ളിൽ എന്താ ഉണ്ടാകുക? കോശത്തിന്റെ ഉള്ളിലുള്ള സാധനത്തിന് ഒരു പേരുണ്ടാവുമല്ലോ, ക്രോമസോംസ് അല്ലേ? ഈ 3.5 കോടി കോശങ്ങൾ മനുഷ്യന്റെ ബോഡിയിലുള്ള കോശങ്ങളിൽ ഒരു കോശത്തിന്റെ പേര് ഒന്ന് മാത്രം ലൈംഗിക കോശം. ലൈംഗികതയുമായി ബന്ധപ്പെട്ട കോശമാണ്. പുരുഷന്റെ ലൈംഗിക കോശം ബീജം എന്നാ പറയുന്ന, സ്ത്രീയുടേത് അണ്ഡം എന്ന് പറയും. ലൈംഗിക കോശത്തിന്റെ അകത്ത് എല്ലാ കോശത്തിന്റെ അകത്തും ക്രോമസോമുകളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒരു കോശത്തിന്റെ അകത്ത് 46 ക്രോമസോമുകളാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ഒരു സംവിധാനം നോക്കണം. പക്ഷേ ബീജത്തിന്റെയും അണ്ഡത്തിന്റെയും അകത്ത് 23 ക്രോമസോമുകളെ ഉണ്ടാകും. 23 കൂട്ടിയാലാണ് 46. അണ്ഡവും ബീജവും കൂടിയാലാണ് പിന്നെ 46 ആവേണ്ടത്. സ്ത്രീയും പുരുഷനും ബന്ധപ്പെടുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. ഈ 23 ക്രോമസോമുകളിൽ അണ്ടാകട്ടെ ബീജാകട്ടെ 22 എണ്ണം ഒരുപോലുള്ളതായിരിക്കും, സൊമാറ്റിക് ക്രോമസോംസ്. പിന്നെ ഒന്ന് പുരുഷന്റെ പേര് എക്സ് അല്ലെങ്കിൽ വൈ. ചിലപ്പോ എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ വൈ ആയിരിക്കും. ഇത് ഇംഗ്ലീഷുകാർ പറയുന്ന സയൻസ് ആയതുകൊണ്ട് അത് ഇംഗ്ലീഷ് ലെറ്ററിൽ ഒരു പേര് നിങ്ങൾ വേണമെങ്കിൽ കന്നഡയിൽ ഇട്ടോളൂ, മലയാളത്തിൽ ഇടാം, പ്രശ്നമൊന്നുമില്ല. പെണ്ണിന്റെ പേര് എക്സ്. പുരുഷന്റേത് എക്സ് ആകാം, വൈ ആകാം, പെണ്ണിന്റേത് എക്സ്. ആണും പെണ്ണും ബന്ധപ്പെട്ട് ബീജസങ്കലനം നടക്കുമ്പോ പെണ്ണിന്റെ എക്സിനോട് ചേരുന്നത് പുരുഷന്റെ എക്സ് ആണെങ്കിൽ എക്സ്. കുട്ടികൾ സ്കൂളിൽ നിന്ന് പഠിക്കും. എക്സും ആണെങ്കിൽ 44+XX ആണെങ്കിൽ പെൺകുട്ടി. പെണ്ണിന്റെ എക്സിനോട് ചേരുന്നത് പുരുഷന്റെ വൈ ആണെങ്കിൽ, വൈ ക്രോമസോം ആണെങ്കിൽ 44+XY കുട്ടി ആണ്. അപ്പൊ സയൻസിന്റെ ഭാഷയിൽ എങ്ങനെയാണ് കുട്ടി പെൺകുട്ടിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ അണ്ഡത്തിലുള്ള എക്സിനോട് ചേരുന്നത് പുരുഷന്റെ ബീജത്തിലെ എക്സ് ക്രോമസോം ആണെങ്കിൽ XX ഫീമെയിൽ. ഇനി പെണ്ണിന്റെ അണ്ഡത്തിലെ എക്സിനോട് ചേരുന്നത് പുരുഷന്റെ ബീജത്തിലെ വൈ പാർട്ട് ആണെങ്കിൽ XY എന്ന് പറഞ്ഞാൽ മെയിൽ. XX ആകുമ്പോ പെണ്ണ്, XY ആകുമ്പോ ആണ്. ഇതാണ് സയൻസ് പറയുന്നത്. അതാണ് ശരി. സയൻസ് പറയുന്നില്ല, അതാണ് ശരി. എന്ന് പറഞ്ഞാൽ ആണാകാനും പെണ്ണാകാനും, കുട്ടി ആണാകാനും പെണ്ണാകാനുമുള്ള തനവുവിന്റെ വ്യത്യാസപ്പെടുവാനുള്ള ഈ സാധ്യത ഏതിനെ ആശ്രയിച്ചുകൊണ്ടാണ്? പുരുഷന്റെ ശുക്ലത്തെ, മനീയിനെ ആശ്രയിച്ചുകൊണ്ടാണ്. ഇതാണ് സയൻസ് പറയുന്നത്. നിങ്ങളെ നാട്ടിൽ എത്തിയെന്ന് അറിയില്ല. ജെൻഡർ ന്യൂട്രൽ ആർഗ്യുമെന്റ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്.
ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വല്ലൈലിദായ ഇരുൾ മൂടിയ രാത്രി തന്നെ സത്യം സത്യം, വന്നഹാരിദാ തജല്ല പ്രഭ പരന്ന പകൽ സത്യം സത്യം, വമാ ഖലഖ ദക്കറ വൽ ഉൻസാ മനുഷ്യരെ ഡയമോർഫിക്കായി ആണും പെണ്ണുമായി സംവിധാനിച്ച ക്രമവിന്യാസം സത്യം സത്യം. ഇന്ന സഅയകും ലശത്ത ആണുങ്ങളുടെ രീതി, ഭാഷ, വേഷം, ഭാവം, അവരുടെ മെറ്റബോളിസം, അവരുടെ ഹോർമോൺസ് അത് വ്യത്യസ്തമാണ്. പെണ്ണിൻ്റെത് വ്യത്യസ്തമാണ്. ആണ് വേറെ, പെണ്ണ് വേറെ വേറെ. ഈ ആണും പെണ്ണും എങ്ങനെയാണ് ആവുന്നത്? അത് വേറൊരു ഭാഗത്ത് പറയുന്നു. അയഹ്സബുൽ ഇൻസാനു അയ്യുതറക സുദാ അലം യകുൻ ഉത്ഫതം മിൻ ഒരു ഭയങ്കര മനുഷ്യന്മാര് വിചാരിക്കുന്നുണ്ടോ പരലോകത്തെ അവരെ അള്ളാഹു ചോദ്യം ചെയ്യാതെ ചുമ്മാ വെറുതെ അങ്ങ് വിടുമെന്നവർ വിചാരിക്കുന്നുണ്ടോ? കണക്ക് കൊടുക്കേണ്ടി വരില്ല എന്നവർ വെറുതെ വിചാരിക്കുന്നുണ്ടോ? ഒക്കെ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം അലം യകുൻ നുത്ഫതൻ, ഏത് മനുഷ്യനും, അൽ ഇൻസാൻ അത് ആണാകട്ടെ പെണ്ണാകട്ടെ ഏത് മനുഷ്യനും, അലം യകു നുത്ഫതൻ അതൊരു നുത്ഫയായിരുന്നില്ലേ പണ്ട് 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 ഒരു ഫാറ്റൽ, ഒരു ഭ്രൂണമായിരുന്നില്ലേ പണ്ട് പണ്ട് പണ്ട്? എവിടെന്ന് തീരുമാനമായ മിൻ മനിയിൻ യുംനാ, പുരുഷന്റെ സ്രവിക്കപ്പെടുന്ന രേതസ്ഥലത്തിൽ നിന്നും, ശുക്ലത്തിൽ നിന്നും, ബീജത്തിൽ നിന്നും, സമണിൽ നിന്നും, ഇന്ദ്രിയത്തിൽ നിന്നും, പുരുഷന്റെ ലൈംഗിക ബന്ധത്തിനിടയിൽ പുരുഷന്റെ ലിംഗത്തിൽ നിന്നും സ്രവിക്കുന്ന ശുക്ലത്തിന്റെ തുള്ളിയിൽ നിന്നും തീരുമാനമായ നുത്ഫയായിരുന്നില്ലേ അവൻ 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 ആണാക്കിയതും പെണ്ണാക്കിയതും നുത്ഫയാണ്. ആ നുത്ഫ അതിൽ ആണിനെയും പെണ്ണിനെയും സെക്ഷലി രണ്ടെണ്ണമാക്കിയത് പുരുഷന്റെ സ്രവിക്കപ്പെടുന്ന ബീജത്തിലെ സവിശേഷതയാണെന്ന് പരിശുദ്ധ ഖുർആൻ 1400 കൊല്ലം മുമ്പ്. ബീജത്തിൽ നിന്നുള്ള വൈ അണ്ടത്തിലെ എക്സിനോട് ചേരുമ്പോ എക്സ് വൈ ആണ്. ബീജത്തിൽ നിന്നുള്ള എക്സ് അണ്ടത്തിലെ എക്സിനോട് ചേരുമ്പോ എക്സ് എക്സ് പെണ്ണ്. അലം യകുൻ നുത്ഫതൻ മിൻ മനിയിൻ യുംനാ, സ്രവിക്കപ്പെടുന്ന മനിയിൽ നിന്നും തീരുമാനമായ. അങ്ങനെ പറയാൻ ഖുർആന് പറയാൻ പറ്റും. കാരണം മനുഷ്യനെ സംവിധാനിച്ചവന്റെ ഭാഷയാണ് വിശുദ്ധ ഖുർആൻ. സയൻസ് പറഞ്ഞു പോയാ പോരാ, അതിവിടെ സൂഫി പറഞ്ഞിട്ടുണ്ട്. മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ കാട്ടം ചുമന്നോരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. ഖാദിരിയ ത്വരീഖത്തിന്റെ വലിയ ശൈഖായിരുന്നു ശുജാഇ ഇത് മുസ്ലിയാർ. അദ്ദേഹം ഇത് പറഞ്ഞു. പൊട്ട എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷേപ ഭാഷയല്ല, സ്നേഹത്തിന്റെ ഭാഷ. കള്ളി എന്നൊക്കെ പറയൂലേ അടുത്ത ഭാര്യയും ഭർത്താവും സ്നേഹിതന്മാരൊക്കെ. പൊട്ട നീ എന്താ ഇങ്ങനെ, പൊട്ടത്തി നീ എന്താ ഇങ്ങനെ. പൊട്ട പ്രിയപ്പെട്ടവനെ, മുൻതുള്ളി നീ മുന്നേ ആദ്യം നിന്റെ പിതാവിന്റെ ഒരു ബീജതുള്ളിയായിരുന്നു. പിൻചോരക്കട്ട, പിന്നെ നീ നിന്റെ മാതാവിന്റെ വയറ്റിൽ ഗർഭാശയത്തിൽ ചോരക്കട്ടയായി. സിദ്ധാന്തമായി നുത്ഫയായി. ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന, ഏറ്റവും കൂടുതൽ ദുർഗന്ധം മണക്കുന്ന കേന്ദ്രത്തിലൂടെ 3 വട്ടമാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തത്.